ഗുഡ് ഈവനിങ്. എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കണേ. അത് ചിക്കൻ കറിയാക്കാനായിട്ട് ചിക്കൻ വറക്കാനുള്ള പാത്രം വെച്ചുകൊണ്ടാണ്. സവോള വറുത്ത ഇതാണ് കേട്ടോ ഇത്. ബിരിയാണി ചോറിലേക്കുള്ള സവോള വറുത്തതാണ്. ചിക്കൻ മുമ്പ് വറുത്തെടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊന്ന് വേവട്ടെ. ഒപ്പം തന്നെ ഞാൻ ചോറ് ആവി ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിച്ചിട്ടിട്ടാണ് വേവിക്കണേ. അതിനുള്ള വെള്ളം വെച്ചേക്കണതാണ്. ഒരു 1.25 കിലോ അരി ഇടുന്നുണ്ട്. 6 ഗ്ലാസ് അരി. അതിനകത്തേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ കുറവാണ് ഇവിടെ ഇട്ട് കൊടുക്കണം. കുറച്ച് വെളുത്തുള്ളി മുഴുവനെ ഇടാറ്, ഇതിപ്പോൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു നാരങ്ങ, വലിപ്പമുള്ള നാരങ്ങയാണ് കേട്ടോ, ഞാനത് പിഴിഞ്ഞ് വെച്ചേക്കണതാണ്. അത് ചോറ് ഉടയാതിരിക്കാനും ടേസ്റ്റ് ഉണ്ടാവാനാണ് അത് ഒഴിക്കുന്നത്. ഇത് ചോറൊക്കെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡാൽഡയാണ് കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂണ്, വലിയ സ്പൂണ്. അരി ഇടുന്നതിന് മുമ്പ് തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഊറ്റി കളയാനുള്ളതല്ലേ, അതുകൊണ്ട് ഉപ്പ് ഇത്തിരി കൂടുതൽ ഇട്ടേക്കുന്നതാണ്. ഞാൻ 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ബസുമതി റൈസാണ് കേട്ടത്. അത് ഇതിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ചോറ് വെന്തിട്ടുണ്ട്. ഞാൻ ചിക്കനിലേക്കുള്ള സവോള, ഇത് 4 സവോളയുണ്ട്. ഇഞ്ചി, വേപ്പിൻ്റെ ഇല രണ്ടും കൂടി ഇട്ട് കൊടുക്കണം. ഇത് 3-4 പച്ചമുളക് ഇതുപോലെ എരിഞ്ഞാണ് ഇടുന്നത്. കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ചിക്കൻ വറുക്കണയിൽ ഉപ്പിട്ടേക്കണതാണ്. ഞാൻ ഈ സവോളയിലേക്ക് ഗ്രേവിയിലേക്കുള്ള ഉപ്പ് 1 സ്പൂൺ ഉണ്ടാവും. സവോള വാടട്ടെ. സവോള വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അതിന് കൂടുതൽ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 3 തക്കാളി. ബിരിയാണി ചോറിന് ഗ്രേവി വേണം, അതുകൊണ്ടാണ്
തക്കാളി കൂട്ടത്തിലേക്ക്. ഈ തക്കാളിയുടെ കൂടെ തന്നെ ഈ ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കമായിരുന്നു കേട്ടോ, അത് ചെറുതാക്കി അരിഞ്ഞിട്ട് തക്കാളിയും ക്യാപ്സിക്കമൊക്കെ നന്നായിട്ട് വാടിയിട്ട് ഒന്ന് കുഴഞ്ഞിട്ട് എടുക്കണം. ഒന്ന് വാടട്ടെ. ഞാൻ ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ മൊബൈൽ ഓണാക്കാനായിട്ട് മറന്നുപോയി. അതിനകത്ത് മഞ്ഞൾപ്പൊടി, മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളകും മുളക് പൊടിയും 2 മുടി പപ്പാതി വീതം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇറച്ചിയിലേക്ക് ഇട്ടേക്കുന്നതാണല്ലോ, അത് ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ മൊരിഞ്ഞ് പൊടികളും സവോള, തക്കാളി, ക്യാപ്സിക്കം എല്ലാം കൂടി നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരട്ടേന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രേവി ആക്കാൻ വേണ്ടിയില്ല. ഞാൻ ഈ കൂട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളം ഒഴിച്ചിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് ഒന്ന് ദം ചെയ്യാൻ പോകണം. ആദ്യം കുറച്ച് ചോറിടണം. സവോളയും വേപ്പിലയും കൂടി വറുത്തതാണ് കേട്ടോ. ഒന്ന് പൊടിച്ചേക്കണതാണ്, നല്ലോണം മൊരിയിച്ചിട്ട് പൊടിച്ചേക്കണതാണ്. കുറച്ച് ക്യാരറ്റ്, കശുവണ്ടി, മുന്തിരി കുറച്ചിട്ട് കൊടുക്കണം. കുറച്ച് മല്ലിയില, ചോറിട്ട് കൊടുക്കാണ്. ഗ്രേവി ഉള്ളതല്ല അതിനകത്ത് എസൻസ് ഒഴിച്ചിരുന്നു. ചോറിട്ട് കൊടുത്ത് കുറച്ച് സവാള പൊടിച്ചത്, ക്യാരറ്റ് വാട്ടിയത്, ചിക്കൻ,
കുറച്ച് മല്ലിയില, കശുവണ്ടി, മുന്തിരി. മൂന്ന് ലെയറായിട്ടാണ് കേട്ടോ ചോറ്. ഇനിയുള്ള ചോറ് ഞാൻ എല്ലാം കൂടി ഇടാണ്. ഞാൻ ഇതുപോലെയാണ് കേട്ടോ ദമ്മ് ചെയ്തേക്കണേ. ഞാൻ ഏറ്റവും മുകളിൽ ഇറച്ചിയുടെ ചിക്കൻ കറികളുണ്ട്. ഇതൊന്ന് അടച്ചു വയ്ക്കാം. മേളിൽ കുറച്ച് തീ വെക്കണം. എൻ്റെ ദം ബിരിയാണി ഇതാണ് കേട്ടോ. ഞാൻ ഒന്ന് തീയും കൂടി വെക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നുള്ളൂ. ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്താലാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് പോലെ എല്ലാവർക്കും നന്ദി.